രജീഷ് നരിക്കുനെ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. രജീഷ്, ഒടുവിൽ അർജുനെ കണ്ടെത്തിയിരിക്കുകയാണ്. അർജുന്റെ ട്രക്ക് പുറത്തെത്തിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഏറ്റവും ഒടുവിലായി ഇപ്പോൾ നൽകാൻ കഴിയുന്നത് ലോറിക്ക് ക്യാബിനുള്ളിൽ ലോറിക്കുള്ളിൽ മൃതദേഹം ഉണ്ട് എന്നും മനാഫ് ഇത് സംബന്ധിച്ച് ലോറി ഉടമയായ മനാഫ് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് അവിടെ നിന്നും നൽകാൻ കഴിയുന്നത്. 81 ദിവസത്തെ തിരച്ചിലിനൊടുവിലാണ് അർജുന്റെ മൃതദേഹം അടങ്ങിയ ലോറി ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായും. ലോറി തന്റേതാണ് തന്നെ ഉടമ മനാഫ് ഇതുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിക്കുന്നു. അർജുൻ സഞ്ചരിച്ച ലോറി കണ്ടെത്തിയെന്ന് കൂടി നമുക്ക് ഇതിന്റെ ഭാഗമായി വ്യക്തമാക്കി പറയാൻ കഴിയും. അങ്ങനെ 81 ദിവസമായി നമ്മൾ തിരഞ്ഞിരുന്ന അർജുനെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. ലോറി ക്യാബിൻ ഇന്ന് രാവിലെ നടത്തിയ തിരച്ചിൽ കൃത്യമായി തന്നെ ലോഹഭാഗം കണ്ടെത്തി. ആ ലോഹഭാഗം ആണ് ഇപ്പോൾ മുകളിലേക്ക് ഉയർത്തിയത്. വലിയ ടയറുകളുള്ള ക്യാബിൻ അത് മുകളിലേക്ക് ഉയർത്തിയ സമയത്താണ് അർജുൻ സഞ്ചരിച്ച ട്രക്ക് അത് തന്നെയാണെന്ന ഉടമ മനാഫ് സ്ഥിരീകരിക്കുന്നത്. ആ ലോറിയിലേക്കുള്ളിൽ ഒരു മൃതദേഹം ഉണ്ടെന്നും മനാഫ് സ്ഥിരീകരിക്കുന്നു. അർജുന്റെ മൃതദേഹമായിരിക്കും അതെന്നാണ് നിഗമനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. 81 ദിവസമായി അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ നടക്കുകയായിരുന്നു. പല പ്രതിസന്ധികൾ മൂലവും ഈ തിരച്ചിൽ പകുതി സമയത്ത് നിന്നു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അർജുൻ സഞ്ചരിച്ച ലോറിയും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. പല ഘട്ടത്തിൽ നിന്നുപോയി ഏറ്റവും ഒടുവിലായി അവിടെ നിന്നും ഡ്രഡ്ജർ എത്തിച്ചുകൊണ്ട് ഈ 3ാം ഘട്ടം ഇപ്പോൾ നടക്കുന്ന തെരച്ചിൽ അവിടെ പുനരാരംഭിച്ചത്. ഈ ഡ്രഡ്ജർ എത്തിച്ചുകൊണ്ടുള്ള പരിശോധന ഓരോ സമയത്തും പല ലോറിയുടെ ഭാഗങ്ങളും ഒക്കെ ഇതിനോടകം തന്നെ പല സമയത്തായി നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ലോറിക്കുള്ളിൽ മൃതദേഹം ഉണ്ട് എന്ന ഒരു നിഗമനത്തോടു കൂടി അത് അർജുന്റേത് തന്നെയാകും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അർജുന്റെ ലോറി കണ്ടെത്തി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ നിമിഷം നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്നത്. ലോറി ഉടമ മനാഫ് തന്റെ ലോറിയാണെന്ന് ഇതുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അർജുന്റെ ബന്ധുക്കൾ അവിടെ ഈ തെരച്ചിൽ നടത്തുന്ന സ്ഥലത്തുണ്ട്. മനാഫും ഒപ്പം തന്നെ അർജുന്റെ ബന്ധു ജിതിനും അടക്കമുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട് അവിടേക്ക് കഴിഞ്ഞ ദിവസം മുതൽ അവിടെ ഉണ്ടായിരുന്നു. ഒരു ചെറിയ സംഘം ബോട്ടിൽ ഇപ്പോൾ അങ്ങോട്ട് ഈ ലോറി ബുക്ക് ഭാഗത്തേക്ക് പോകുന്നുണ്ട് എന്നും നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്നും നൽകാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അർജുൻ സഞ്ചരിച്ച ലോറി കണ്ടെത്തി എന്ന് തന്നെയാണ്. മൃതദേഹം വാഹനത്തിനകത്തുണ്ടോ, ലോറിക്കകത്ത് ട്രക്കിനകത്ത് ഉണ്ടോ എന്ന പരിശോധനയാണ് ഇപ്പോൾ അവിടെ നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. മൃതദേഹം ലോറിക്കകത്തുണ്ടോ എന്ന സ്ഥിരീകരണമാണ് ചെറു ബോട്ടിലെത്തിയ സംഘങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ നമ്മൾ പങ്കുവെക്കുകയാണ്. എന്തായാലും ലോറി പൂർണ്ണമായും മുകളിലേക്ക് ഉയർത്താനുള്ള ശ്രമവും ഇതിന്റെ ഭാഗമായി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ക്യാബിനും ഒപ്പം തന്നെ ടയറും ഇറങ്ങിയ ചെറിയ ഭാഗം മാത്രമേ വെള്ളത്തിൽ നിന്നും മുകളിലേക്ക് ഉയർത്തിയിട്ടുള്ളൂ. ബാക്കി ഭാഗങ്ങൾ ഉയർത്തേണ്ടതുണ്ട്. അതിനു മുമ്പ് തന്നെ ഈ ലോറിക്കകത്ത് മൃതദേഹം ഉണ്ടോ എന്ന സ്ഥിരീകരണത്തിനായാണ് ഇപ്പോൾ അവിടെ ശ്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ലോറിയിൽ നിന്നും നിലവിലെ സാഹചര്യത്തിൽ ഈ മൃതദേഹം പുറത്തേക്ക് എടുക്കാൻ കഴിയുമോ എന്നാണ് പരിശോധിക്കുക. അവിടെ നിന്നും മൃതദേഹം പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞ ശേഷമായിരിക്കും ഒരുപക്ഷെ ലോറിയുടെ മുഴുവൻ ഭാഗവും മുകളിലേക്ക് എത്തിക്കുക. നമുക്കറിയാം ഈ സംഭവം നടന്ന ഏകദേശം 2 മാസം കഴിഞ്ഞ് 3ാം മാസമാണ് ഇപ്പോൾ നമ്മൾ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ. ഏകദേശം 81 ദിവസം, കൃത്യമായി പറഞ്ഞ 71 ദിവസമായി ഈ അർജുനെയും ലോറിയും കാണാതായിട്ട്. അതിനുശേഷമാണ് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ നമുക്ക് അർജുൻ സഞ്ചരിച്ച ലോറി വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് ഉയർത്താൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും അർജുന്റെ മൃതദേഹം ഈ ലോറിക്ക് ഉള്ളിൽ ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ലോറിയുടെ ക്യാബിൻ ലഭിച്ച വിവരങ്ങൾ ലഭിച്ചത് വിവാദങ്ങൾക്ക് മറുപടിയാണെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് അർജുന്റെ ഭർത്താവ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ കുറെ ദിവസമായി മനാഫും ഒപ്പം തന്നെ സഹോദരി ഭർത്താവ് അർജുൻ ഭർത്താവും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും ട്രക്കിനുള്ളിൽ മൃതദേഹമുണ്ടെന്ന സ്ഥിരീകരണവും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അർജുന്റെ മൃതദേഹം ക്യാബിനകത്ത് തന്നെ ഉണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി അത് സ്ഥിരീകരിക്കണം. എന്തായാലും ചെറു വാഹനത്തിൽ അവിടേക്ക് പോകുന്നുണ്ട്. അവിടെ എത്തി സ്ഥിരീകരിക്കും. അതിനുശേഷം മൃതദേഹം പുറത്തേക്ക് എടുക്കുന്ന നടപടിയിലേക്കായിരിക്കും ഇനി കടക്കാൻ പോകുന്നത്. ഇത്രയും ദിവസം അർജുന്റെ വാഹനം കൃത്യമായി എവിടെയാണെന്ന് പോലും കണ്ടെത്താൻ കഴിയാത്തൊരു പരിശോധനയായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ CP3 നടത്തിയ പരിശോധനയിൽ കൃത്യമായി തന്നെ ലോറി കണ്ടെത്താൻ കഴിഞ്ഞു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. ലോറിയുടെ ക്യാബിനും ഒപ്പം തന്നെ ടയർ അടങ്ങിയ ചെറിയ ഭാഗം മാത്രമാണ് നിലവിൽ മുകളിലേക്ക് ഉയർത്തിയിട്ടുള്ളത്. എന്തായാലും ഈ ജിതിൻ സഹോദരി ഭർത്താവ് ജിതിനും സ്ഥിരീകരിക്കുന്നുണ്ട്. ഇനി
മൃതദേഹം പുറത്തേക്ക് എടുക്കുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് എടുക്കാൻ ഉള്ള ശ്രമമാണ് ഇനി അവിടെ നടക്കുക എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം മാത്രമായിരിക്കും ലോറി പൂർണ്ണമായും മുകളിലേക്ക് ഉയർത്തുന്ന നടപടിയിലേക്ക് പോകാൻ കഴിയുക. നിലവിലെ സാഹചര്യത്തിൽ ഈ മൃതദേഹം വാഹനത്തിന് പുറത്തേക്ക് എത്തിക്കാൻ കഴിയുമോ എന്ന പരിശോധന നടത്തും. അതിനുശേഷം ഒരു പക്ഷേ അങ്ങനെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നീട് ലോറി പൂർണ്ണമായും ഉയർത്തി കരയിലേക്ക് എത്തിച്ച് പിന്നീട് മൃതദേഹം പുറത്തേക്ക് എടുക്കുന്ന നടപടിയിലേക്കായിരിക്കും കടക്കുക എന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞു. എന്തായാലും ലോറിയുടെ ക്യാബിനുള്ളിൽ മൃതദേഹം ഉണ്ടെന്ന വിവരം ഇതുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. അർജുൻ സഞ്ചരിച്ച ലോറി 72ാമത്തെ ദിവസം അർജുൻ സഞ്ചരിച്ച ലോറി കണ്ടെത്തിയിരിക്കുന്നു. ഈ ശിലൂരിലെ ഗംഗാവരി പുഴയിൽ നടത്തിയ തെരച്ചിലിൽ അർജുൻ സഞ്ചരിച്ച ലോറി കണ്ടെത്തി. ലോറിയുടെ ക്യാബിനകത്ത് അർജുൻ ഉണ്ട് എന്ന വാർത്തയും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്നു. എന്തായാലും കഴിഞ്ഞ കുറേ ദിവസമായി നമുക്കറിയാം 71 ദിവസം കഴിഞ്ഞു ഇപ്പോൾ അർജുനെ കാണാതായിട്ട്. ജൂലൈ 16 അർജുനെ കാണാതായിട്ട്. CP2 നടത്തിയ പരിശോധനയിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി തന്നെ നമുക്ക് അർജുന്റെ ലോറി കണ്ടെത്താൻ കഴിഞ്ഞു എന്ന ഏറ്റവും പ്രധാനമായ വാർത്ത. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.